വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കുക്കർ ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. സാധാരണ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ കുക്കർ ഗീ റൈസ് ചെയ്യാനായിട്ട് നമ്മളെല്ലാം തന്നെ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കുക്കർ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൈമ റൈസാണ്. വളരെ ചെറിയ അരി, ജീരശാല റൈസ് പോലത്തെ വളരെ ചെറിയ അരി. ഇത് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം വെള്ളം വാർന്ന് വെച്ചേക്കുന്നതാണ്. ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർക്കുകയാണ്. നെയ്യ് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് പെരുംജീരകം ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം സിനമൺ, അതോടൊപ്പം തന്നെ ഒരു ബേ ലീഫ് കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തിട്ട് ചേർക്കാം. തീ കുറച്ച് വെച്ചേക്കാണിപ്പോൾ. സവോള ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. സവോള ഇട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ട് പേസ്റ്റ് ആക്കി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മളിവിടെ നോക്കുന്നത് സവോള നന്നായിട്ട് സോഫ്റ്റ് ആണ്. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ റൈസിൻ്റെ കളർ വ്യത്യാസം വരും. അതുകൊണ്ട് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇതേപോലെ ഇളക്കി ഈ ഒരു സ്റ്റേജ് മതിയാവും. സവോള ഇത്രയും ബ്രൗൺ ആയാൽ മതി, നന്നായിട്ട് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് കൈമ റൈസ് കുതിർത്ത് വെച്ചിരുന്നതാണ്. കുതിർത്ത് വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ട വെള്ളം നല്ല ചൂട് വെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പാനിൽ ചൂടാക്കുക, അല്ലെങ്കിൽ കെറ്റിലിൻ്റെ വെള്ളം ചൂടാക്കി വെക്കുക. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിനകത്തേക്ക് ചൂട് വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഒരു കപ്പിലാണ്, സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പാണ്, ഇതിനകത്താണ് 1 കപ്പ് അരി എടുത്ത്. അപ്പം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ 1.5 കപ്പ് ചൂട് വെള്ളം ചേർക്കുക. കുക്കറിലായതുകൊണ്ടാണ് നമ്മൾ 1.5 കപ്പ് ചേർക്കുന്നത്. ഒന്നര കപ്പ് നിറച്ചാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ഇച്ചിരി മുമ്പിൽ, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശകലം മുമ്പിൽ നിൽക്കണം. എന്നാലേ കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്. നല്ലതായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടച്ച് ഹൈ ഫ്ലെയിമിലാണ്. ഒറ്റ വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്തിടുക. ഇപ്പോൾ 1 വിസിൽ വന്നു, ഓഫ് ചെയ്തിട്ടേക്കാണ്. ഹൈ ഫ്ലെയിമിൽ വേണം 1 വിസിൽ വരാനായിട്ട്. അതിനുശേഷം ഓഫ് ചെയ്തിടുക, മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള സവോള ഒന്ന് വറുത്തെടുക്കാം. സവോള വറക്കണം, നട്ട്സും റൈസിൻസും വറക്കണം. അതുകൊണ്ട് ആദ്യം ഞാൻ ഇച്ചിരി നെയ്യ് തന്നെ ചൂടാക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, നട്ട്സും റൈസിൻസും ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നട്ട്സും റൈസിൻസും ഇടാം. 1 ടേബിൾ സ്പൂൺ വീതം മതിയാവും. നട്ട്സ് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉണക്കമുന്തിരിങ്ങയുടെ ചേർക്കാം. ഫ്രൈ ചെയ്ത് മാറ്റാം. നെയ്യിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. സവാള വറക്കാനായിട്ടാണ്. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. സവാള വറക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. പെട്ടെന്ന് സവാള ഫ്രൈ ആയി വരാനായിട്ടാണ്. ഒരു ഉള്ളു പഞ്ചസാരയും കൂടെ ചേർത്താലും പെട്ടെന്ന്, ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താലും നല്ലതാണ്, പെട്ടെന്ന് ക്രിസ്പായി കിട്ടും. ഉള്ളിയും ബ്രൗണായി നമുക്ക് മാറ്റാം. നമ്മൾ കുറച്ച് ഓയിലും നെയ്യിലുമാണ് ഫ്രൈ ചെയ്തത്. ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട്, അത് കണക്കാക്കി എടുക്കുക.
ഇവിടെ പ്രഷറെല്ലാം പോയി ചെക്ക് ചെയ്യാം. അപ്പം എപ്പോഴും നമ്മൾ ഇത് പൊക്കി പ്രഷർ കളയരുത്. എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പോയ ശേഷം മാത്രമേ തുറക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഫ്ലഫ് അപ്പ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന ചോറ് വല്ലാണ്ട് വെന്തു പോകും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ടൊന്ന് അപ്പോൾ നോക്കിയാൽ കണ്ടോ, വെള്ളം ഒട്ടും ഇല്ല, പെർഫെക്റ്റ്ലി കുക്ക്ഡായി, ഒട്ടലൊന്നും ഇല്ലാതെ. ഇനി അത് 1-2 മിനിറ്റ് ഒന്ന് തുറന്ന് വെക്കുക. ഇപ്പം സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തുള്ള സ്പൈസസ്, ഹോൾ സ്പൈസസ് എല്ലാം ഒന്ന് മാറ്റുക. നമ്മൾ കടിക്കുകയാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമാവും. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത സവാളയും കുറച്ചെടുത്ത് അപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കി ഗാർണിഷിന് വേണ്ടിയിട്ട് വെക്കാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമുക്കിത് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് വെച്ച് ഗാർണിഷ് ചെയ്യാം. നട്ട്സും റൈസിൻസും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ കുക്കറി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം എടുക്കുക. ആ വെള്ളം എടുക്കുന്ന ചൂടുവെള്ളം എടുക്കുക. അതേപോലെ അരി നമ്മൾ ഇട്ടൊന്ന് വറക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വറക്കുക, 2-3 മിനിറ്റ് ഒന്ന് വറക്കുക. പിന്നെ നമ്മൾ കുക്കറിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ പ്രഷർ മൊത്തം പോയ ശേഷം നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അടിയിലുള്ള ഭാഗം കുഴഞ്ഞു പോകും. അപ്പോൾ അത് 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഈസി ചിക്കൻ കറി, കാശ്മീരി ചിക്കൻ കറി, അല്ലെങ്കിൽ ചിക്കൻ കൊല്ലമുളകിൻ്റെ കൂടെ ഒക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.